ഉറ്റവരെ മണ്ണെടുത്ത മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നിങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവതരിപ്പിച്ച പരീക്ഷണ മോഡലുകളാണ് ഇവയെല്ലാം. വർക്കിംഗ് മോഡലുകളിലും സ്റ്റിൽ മോഡലുകളിലും ഭൂരിഭാഗവും വയനാടിനോടുള്ള കരുതൽ. ഇവയിൽ ഏതെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നൂറുകണക്കിന് പേർക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടില്ലായിരുന്നു. ഇനിയൊരു ദുരന്തം ലോകത്തെവിടെയും ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയാണ് ഓരോ മത്സരാർത്ഥിയും പങ്കുവെക്കുന്നത്. ഇത് മെയിൻലി ചെയ്തത് തന്നെ ഞങ്ങൾ വയനാട് ജനതയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം അന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് അത്രയും ഉരുൾപൊട്ടി എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ ഒരു മാനദണ്ഡോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്ര നാൾ കൊണ്ട് തന്നെ വയനാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ഇത്ര നാൾ കൊണ്ട് ഒരു സംഭവം ഇതുപോലൊരു മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചെങ്കിൽ നേരത്തെ വയനാട്ടിലുള്ള ദുരന്തം നമുക്ക് പ്രിവെന്റ് ചെയ്യായിരുന്നു. അല്ല, ഇതിപ്പോ ഇതുപോലത്തെ ഒരു മോഡല് ഇതിപ്പോ ഒരു സ്റ്റുഡൻസ് ആയി നിങ്ങളിപ്പോൾ ഇത് ചെയ്തു. ഇതിന്റെ ഒരു വലിയൊരു മോഡല് എന്തുകൊണ്ടായിരിക്കും അത് റിയൽ ആയിട്ട് വരാത്തത്? വരാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എവിടെ ഉരുൾപൊട്ടൽ സംഭവിക്കണം നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ ഇത് ഗവൺമെന്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് ദുരന്തം വരുന്നത് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളാണ് പലരും അവതരിപ്പിച്ചത്. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 3 ടൈപ്പ് സെൻസറാണ്. ഫസ്റ്റ് സോയിൽ സെൻസറാണ്. അത് നമുക്ക് വാട്ടറിന്റെ പ്രസൻസ് കൂടുതലാണ്, വെള്ളത്തിന്റെ വിയർപ്പം നമുക്ക് അത്രമാത്രം അനുഭവിക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ കൺട്രോൾ റൂമിൽ അലാറം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോയിൽ മോയ്സ്ചർ സെൻസറിലൂടെ അലാറം സംഭവിച്ചു. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഉരുൾപൊട്ടലിലൂടെ സംഭവിച്ചു. അപ്പം നേരെ ഇപ്പം മണ്ണിന് ഇപ്പോൾ ഇവിടെ വിളക്കം സംഭവിച്ചു. അപ്പോൾ അവിടെ കൺട്രോൾ റൂമിൽ നേരിട്ട് അലാറം ലഭിക്കും. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രഷർ സെൻസർ. അതായത് എന്തെങ്കിലും മണ്ണിന് നനവോ അഥവോ മറിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രഷർ സംഭവിച്ചപ്പോൾ അവിടെ കൺട്രോൾ റൂമിൽ അലാറം ലഭിച്ചു. ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിനും അത് കൃത്യമായി പുറം ലോകത്തെ അറിയിച്ച് ഭീതി അകറ്റുന്നതിനുമുള്ള സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തകർക്ക് ഏകോപനം എളുപ്പത്തിലാക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ പലതും കൂട്ടത്തിലുണ്ട്. നമ്മൾ ഇതിൽ 3 ഡിവൈസ് നൽകിയിട്ടുണ്ട്. ഈ ഡിവൈസ് നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കും. ആ ദുരന്തബാധിത പ്രദേശത്തെ വീട്ടുകാർക്ക് നമ്മൾ ഈ ഡിവൈസ് കൊടുക്കും. ഈ ഡിവൈസിൽ വയർലെസ്സായി ആ പ്രദേശത്തെ അലേർട്ടും അവിടുത്തെ സാഹചര്യം നമുക്ക് അറിയാൻ കഴിയും. കൂടാതെ ഈ ഡിവൈസിൽ ഒരു ഡേഞ്ചർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഡേഞ്ചർ ബട്ടൺ അമർത്തുന്നതിലൂടെ അത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുകയും കൂടാതെ നമ്മുടെ റെസ്ക്യൂ ടീം ഡിവൈസിലേക്ക് അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ദുരന്തത്തിന് മുൻപും ശേഷവുമുള്ള ഭീകരത വിളിച്ചോതുന്ന സ്റ്റിൽ മോഡലുകളും മത്സരത്തിനുണ്ടായിരുന്നു. പ്രകൃതിയെ മനുഷ്യന് ഭീഷണിയാകാത്ത വിധം സംരക്ഷിക്കാനുള്ള പല വഴികളും ഈ വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു: ഇനി ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുന്ന അവസ്ഥ വരരുത്. വയനാടിനോടുള്ള സ്നേഹവും കരുതലുമാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഈ വിദ്യാർത്ഥികൾ കാണിച്ചത്. ഇതിലേതെങ്കിലും ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ജീവനുകളെ ഓർത്ത് നമുക്ക് വിലപിക്കേണ്ടി വരുമായിരുന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് ഇനിയെങ്കിലും പ്രാവർത്തികമാക്കാൻ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിൻ ദേവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.